കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാർ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ് മൊഴി ഒന്നുകൂടി ഉറപ്പിക്കാൻ പോലീസ്. ഏറ്റവും നിർണായകമായ വിവരം ഇപ്പോൾ കുഞ്ഞിന്റെ അമ്മാവൻ ഈ കുറ്റം സമ്മതിച്ചു എന്നുള്ളതാണ്. പോലീസ് പക്ഷേ മൊഴി ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റെടുക്കലാണോ, ഈ ബാക്കി അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശിക്കും ഏതെങ്കിലും തരത്തിൽ ഈ കൊലയിൽ പങ്കുണ്ടോ, ഈ കാര്യങ്ങൾ കൂടി ഒന്നുകൂടി വ്യക്തത വരണം. പ്രജുല, ഹരികുമാർ തുടക്കം മുതൽ തന്നെ സംശയ നിലയിലായിരുന്നു. അതായത് ഈ കുഞ്ഞ് അമ്മാവനൊപ്പമായിരുന്നു ഒരു ഘട്ടത്തിൽ അവസാനം പുലർച്ചെ ഉറങ്ങി എന്നുള്ള രീതിയിലുള്ള മൊഴി ഉണ്ടായിരുന്നു. അമ്മാവൻ പോലീസിനോട് നിസ്സാരണമാണ് സ്വീകരിച്ചത്. അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പം മുത്തശ്ശിയുടെയും മൊഴികളൊക്കെ തന്നെ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. ഒടുവിൽ പലതരത്തിൽ 2 ഘട്ടങ്ങളായി ബാലരാമപുരം സ്റ്റേഷനിൽ പോലീസ് ചോദ്യം ചെയ്തു. ഒരുമിച്ചിരുത്തിയും വെവ്വേറെയും ചോദ്യം ചെയ്തു. ഒടുവിൽ മുത്തശ്ശിയാണ് അച്ഛനും അമ്മയ്ക്കും ഒപ്പം കുഞ്ഞ് ഉറങ്ങിയിരുന്നു. പക്ഷേ പുലർച്ചയോടുകൂടി അത് അമ്മാവൻ്റെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അമ്മാവൻ ആദ്യം തന്നെ പോലീസിനോട് പറഞ്ഞ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ, എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തുടക്കം മുതൽ ഒരു നിസ്സംഗ മനോഭാവത്തിലായിരുന്നു. അപ്പോൾ തന്നെ പോലീസിന് സംശയമായിരുന്നു. കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ഹരികുമാറിന്റെ മുറിയിലെ കട്ടിൽ കത്തിയിരുന്നു. ഇതും സംശയനിലയിലായിരുന്നു. എന്തുകൊണ്ട് കട്ടിൽ കത്തി, അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള ചോദ്യത്തിനും ഹരികുമാർ വ്യക്തമായ മറുപടി പറഞ്ഞിരുന്നില്ല. ആ ഘട്ടത്തിൽ ഇതൊരു കൂട്ട ആത്മഹത്യ, കുഞ്ഞിനെ കൊന്ന ശേഷം ആത്മഹത്യക്കുള്ള ശ്രമം നടന്നോ എന്നുള്ള സംശയം ബലപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും അവിടെ കുരുക്കിട്ട കയറും മണന ടിന്നൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ സ്വാഭാവികമായ വസ്തുക്കളാണ്. അതിൽ തന്നെ ആത്മഹത്യയുടെ ഒരു ശ്രമം നടന്നില്ല. കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായിരുന്നു എന്നുള്ള